നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊന്നാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതി. UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ പദ്ധതി. അടുത്ത മാസം 15 മുതൽ നടപ്പിലാക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയതോടെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന ചോദ്യവും അതോടൊപ്പം ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് KSRTC കടന്നുപോകുന്നത്. ഇപ്പോൾ ശമ്പളവും പെൻഷനും വരെ ബാങ്കിൽ നിന്ന് ഓവർഡ്രാഫ്റ്റ് എടുത്താണ് നൽകുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ പദ്ധതി എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബസ്സുകളിലും എല്ലാ റൂട്ടുകളിലും പൂർണ്ണമായ സൗജന്യയാത്ര അനുവദിക്കാൻ സാധ്യത കുറവാണെന്നാണ് സൂചന. നിശ്ചിത റൂട്ടുകളിലും നിശ്ചിത ദൂരപരിധിയിലും മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ സാധ്യത. പ്രത്യേകിച്ച് ഓർഡിനറി ബസ്സുകളിലോ സിറ്റി സർവീസുകളിലോ ആയിരിക്കും കൂടുതൽ സാധ്യതയെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി KSRTCയിൽ ജനറൽ ടിക്കറ്റിംഗ് നടത്തിയത്. എത്ര സ്ത്രീകളാണ് ദിവസേന യാത്ര ചെയ്യുന്നത്, ഏത് റൂട്ടുകളിലാണ് കൂടുതൽ യാത്രക്കാരുള്ളത്, വരുമാനത്തെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുള്ളതായിരുന്നു ഇത്. കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ വലിയ തോതിൽ യാത്രക്കാർ സൗകര്യ ബസ്സുകളിൽ നിന്ന് KSRTCയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് സ്വകാര്യ ബസ് മേഖലയെയും ബാധിക്കും. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ ചില റൂട്ടുകളിൽ വരുമാനം കുറയും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സർവീസിന്റെയും ലാഭനഷ്ട കണക്കുകൾ പരിശോധിച്ച ശേഷമായിരിക്കും പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുക. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം സർക്കാർ KSRTCക്ക് അധിക ധനസഹായം നൽകുമോ എന്നതാണ്. കാരണം ദിവസേന വലിയ വരുമാന നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള പദ്ധതിയാണിത്. അതേസമയം സാധാരണ കുടുംബങ്ങൾക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാവുകയും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും വീട്ടമ്മമാർക്കും യാത്രാ ചെലവും വലിയ കുറവ് വരികയും ചെയ്യും. എന്തായാലും പദ്ധതി എങ്ങനെ നടപ്പിലാക്കും, ഏത് ബസ്സുകളിലാകും സൗജന്യ യാത്ര ലഭിക്കുക, എന്തൊക്കെ നിബന്ധനകൾ ഉണ്ടാകും എന്നതിൽ കൂടുതൽ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ മറ്റു ചിലർ പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നൽകേണ്ട ആവശ്യമില്ല, പ്രായമായവർക്കും കുട്ടികൾക്കും നൽകണം, അതിൽ പുരുഷന്മാരെയും ഉൾപ്പെടുത്തണമെന്നും കുറച്ച് വിഭാഗം പേർ പറയുന്നുണ്ട്. പുരുഷന്മാരെന്ന് പറയുമ്പോൾ പ്രായമായവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.